പ്രവാസി തൊഴിലാളികൾക്കായി നിർബന്ധിത നിക്ഷേപ പദ്ധതി ആരംഭിക്കാനൊരുങ്ങുകയാണ് ഒമാൻ. 2027 മുതൽ ഈ പദ്ധതി പ്രാബല്യത്തിൽ വരും. തൊഴിലാളിയുടെ പ്രതിമാസ വരുമാനത്തിന്റെ 9% തൊഴിലുടമ തൊഴിലാളിയുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. ഇതോടെ നിലവിലുള്ള എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റി മാറ്റി സ്ഥാപിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. തൊഴിൽ കരാർ പൂർത്തിയാകുമ്പോഴോ പ്രവാസി തൊഴിലാളി മാതൃരാജ്യത്തേക്ക് മടങ്ങുമ്പോഴോ ആണ് ഈ സേവിങ്സ് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാവുക. ഒമാനിലെ പ്രവാസി തൊഴിലാളികളുടെ സാമ്പത്തിക സുരക്ഷ ലക്ഷ്യമിട്ടാണ് സാമൂഹിക സുരക്ഷാ ഫണ്ട് പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ വിദേശ തൊഴിലാളികൾക്ക് മികച്ച സാമ്പത്തിക ആസൂത്രണം ഉറപ്പാക്കുന്നതിനാണ് ഈ നീക്കം. 2 വർഷത്തിനുള്ളിൽ നടപ്പാക്കുന്ന വിവിധ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കവെയാണ് സോഷ്യൽ പ്രൊട്ടക്ഷൻ അഫയേഴ്സ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഷബീബ് അൽ ബുസൈദി പ്രവാസികൾക്കായി നടപ്പാക്കുന്ന നിർബന്ധിത സമ്പാദ്യ പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. തൊഴിലാളികൾക്ക് അവരുടെ സേവന കാലാവധി അവസാനിക്കുമ്പോൾ ഒരു നിശ്ചിത സാമ്പത്തിക കരുതൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള സർവീസ് ആനുകൂല്യങ്ങൾക്ക് പകരമായോ അല്ലെങ്കിൽ അതിന് അനുബന്ധമായോ പ്രവർത്തിക്കുന്ന കൂടുതൽ സുതാര്യമായ സംവിധാനമായാണ് നിർബന്ധിത സമ്പാദ്യ പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ മറ്റു വിശദാംശങ്ങൾ വൈകാതെ അധികൃതർ വ്യക്തമാക്കിയേക്കും.